നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു. പഴയ കോടതിയിൽ ഒരു കേസ് വന്നാ അതിന് തീർപ്പ് കൽപ്പിക്കാൻ നേരത്തോട് നേരം വൈകല. അപ്പോഴേ എത്രയാ വേണ്ടെന്ന് പറഞ്ഞാ മതി. നിക്ക് കൂലിക്ക് തല്ലാനാണെങ്കിലും പൈലിക്ക് ചില ചട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. കള്ളിന്റെ പുറത്തൊരു ബിസിനസ്. ഒരു കാര്യം ചെയ്, താൻ വെളുപ്പാങ്കാലത്ത് വീട്ടിലോട്ട് വാ. എങ്കിൽ പിന്നെ അങ്ങോട്ട്. ഒരു കുപ്പിങ്ങള് കഴിക്കാൻ കുറച്ച് അച്ചാറ്. അന്തോണി, 25 കൊല്ലം മുമ്പ് ഈ പൈലി കുമ്പളങ്ങിനിങ്ങാട് വന്നപ്പ ഇവിടെ ചിലര് നെറ്റി വിളിച്ച്. കൊച്ചിക്കാരൻ നസ്രാണി മലബാറി വന്ന് തല്ലി നേടി നിൽക്കുവാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? നിന്നാളാ ഞാൻ. പരവേശത്തിലാണല്ലോ. വലിച്ചു വലിയട്ടാ. പരുത്തനാണെന്നാ തോന്നുന്നേ. എവിടുന്നാ? മുമ്പ് കണ്ടിട്ടില്ല. ഇവിടെ ആദ്യ. എവിടുന്നാണെന്ന് പറഞ്ഞില്ല. സെൻട്രൽ ജയിലിൽ നിന്ന്. എന്താ? ഇത്തിരി പെശകണെന്നാ തോന്നുന്നേ. ഒരു കുപ്പിയുടെ. ധൃതി പിടിക്കൊന്നും വേണ്ട, തീർന്നു പോകത്തൊന്നുമില്ല. സെൻട്രൽ ജയിലിൽ എന്തായിരുന്നാ പറഞ്ഞേ? കുശിനിപ്പണിയാ? കൊലക്കുറ്റത്തിന് ശിക്ഷിച്ചു. 4 കൊല്ലത്തെ കഠിന തടവിന്. ഇനി വലുതറിയണോ? മനസ്സമാനത്തോടെ ഇത്തിരി കുടിക്കാൻ സംബന്ധിക്കാണ് ന്യായം വിസ്തരിക്കുന്നു. വിസ്താരം ശിക്ഷയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ആളറിയാതാണ് ആശാനെ. വൈലിയാശാനാണ്, ചില്ലറക്കാരനൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിച്ചിട്ട് വേഗം പോകും. നാമം കെട്ടവൻ, അങ്ങോട്ട് കൊടുക്കടാ. അടിച്ചത് അവനെയാണെങ്കിലും കൊണ്ടതെനിക്കാണ് കേട്ടാ. വേണ്ട ആശാനെ. ഒരുപാട് കാലമായി പൈലിക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് മെയ്യനക്കേട്ട്. ദേ ഇപ്പൊ ദൈവം തമ്പുരാനൊരു വഴി ഉണ്ടാക്കി തന്നേക്കണണ്ട. കൊള്ളാവല്ല പൊന്നുമോൻ, വാ 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 വാ. എനിക്ക് നിന്നെ അങ്ങോട്ട് പിടിച്ചുപോയി കേട്ടാ. വാ, നമുക്ക് ഒന്നുകൂടെ പിടിച്ചു നോക്കാം. പൈലിയോടൊപ്പം നിൽക്കണ ഒരു ചുണക്കുട്ടിയെ കിട്ടിയത് ഇപ്പോഴാണ് കേട്ടാ. അതെന്താണ് നീ ഉശിരി വിട്ട് കളഞ്ഞത്? ഒരു പിടി പിടിക്കുമ്പോ തിരിച്ചു പിടിക്കണം. വിട്ട് കന്നാ പിന്നെ എന്താണ് ഒരു ചേലുള്ളത്? അങ്ങാട്ട് പിടിക. വിട്ട് കന്നിട്ട് പൈലിക്ക് ജയിക്കണ്ട കേട്ടാ. കൊല്ല് കൊല്ല്. എനിക്കിനി ജീവിക്കണ്ട. എനിക്കിനി ജീവിക്കണ്ട. നിന്റെ മനസ്സായ കലയും കിടക്കണേയുള്ള എന്ത് പറ്റിയടാ?
ചോദിച്ചിട്ടില്ലേ ചായണോ കാപ്പിയാണോന്ന്? നീ ഏതാ? ഹായ്, നല്ല ചോദ്യം. എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനാരാണെന്ന്. ദേ, എനിക്ക് അപ്പുറത്ത് 100 കൂട്ടം പണിയുണ്ട് കേട്ടാ. കുടിക്കാൻ എന്താ വേണ്ട വെച്ചാ പറ. ഞാൻ എവിടെയാ? അപ്പനും പിന്നൊരു 2 ആളും കൂടി തലച്ചുമടായിട്ടാണ് ഇന്നലെ പാതിരാക്കി കൊണ്ടുവന്നതേ. അപ്പൊ പിന്നെ ഈ ചോദ്യം ചോദിക്കണം. തരുമ്പെങ്കിലും വെളിവുണ്ടായിട്ട് വേണ്ടേ? ചാപ്പി കിടന്നിരുന്നെങ്കി വല്ലവരും റീത്ത് വെച്ചേച്ച് പോയേനെ. എന്റെ മുണ്ടിട്ടോടെ അതേലപ്പടി കറിയും ചെളിയായിരുന്നു. ദേ ഞാൻ നനച്ചിട്ട്. ഇതാണ് ഉറക്കമൊക്കെ കഴിഞ്ഞ പുള്ളേച്ചെന്നൊരു പ്രവാണിയുടെ കരാറൊപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോ നീ നല്ല ഉറക്കമാണ്. ഇപ്പൊ എങ്ങനെ വല്ല വെളിവുണ്ടാ? എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് കൊള്ളാവല്ല. പിന്നെ അവിടെ ഷാപ്പിലിട്ടേച്ച് പോരണ. എടാ പൈലിക്കൊരു മനസാക്ഷിയുണ്ട്. വരുത്തനാണേലും മനുഷ്യത്വം കാണിക്കാതിരിക്കാൻ ഒക്കുക. ആ എടി റാഹേലേ, നീ അവനെ കുടിക്കാൻ വല്ലതും കൊടുത്താടി. അതിന് എന്താന്ന് പറഞ്ഞിട്ട് വേണ്ടേ? കഴുതേ, അടിച്ച് പീസായിട്ട് കിടന്നേച്ച് എഴുന്നേക്കുമ്പോ എന്താ കൊടുക്കണ്ടേന്ന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം അടി. ചെറുനാരങ്ങ പിഴിഞ്ഞ് മധുരമില്ലാത്തൊരു കട്ടനും കാട്ടെടുക്കടി. അല്ല പിന്നെ എനിക്കങ്ങ് പോണം. ആ എങ്ങാട്ടാണ്? അറിഞ്ഞൂടാ, പോണം. വിടല് കേട്ടാ, കല്ലറിഞ്ഞിട്ടില്ല. പറയണത് കേട്ടാ, എങ്ങോട്ടാണ് പോകണ്ടെന്ന് അറിഞ്ഞൂടാന്ന്. ഈ പോക്ക് പോയാ അന്തിക്ക് പിന്നെയും തലച്ചുമടായിട്ട് കെട്ടിയെടുക്കേണ്ടി വരും കേട്ടാ. അതെവിടെ കിടന്ന് ഉണങ്ങട്ടേന്ന്. നാളല്ലല്ല ഒരു തമാശ പറയുമ്പോഴേക്കും കേറിവിച്ചിറങ്ങി പോവാൻ. കൊച്ചു പിള്ളേരുടെ കൂട്ട്. നീ ഇങ്ങാട്ടിരിയടാ. അവൾ അങ്ങനെ കിടന്ന് പലതും ചിലയ്ക്കും. പക്ഷെ പാവമാണ്. നീ ഒന്ന് പോയാടി. ഇങ്ങോട്ട് നോക്കും. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൾ ഒന്നല്ലേടാ ഉള്ളു. ഞാനില്ലേലും അവളീ ലോകത്ത് പിടിച്ചു നിൽക്കണമല്ല. അതുകൊണ്ട് പെണ്ണിന്റെ അടക്കവും ഒതുക്കവും ആണിന്റെ അടിയും തടയും കൂടി ചേർത്താണ് ഉമ്മ അവളെ വളർത്തിയത്. നീ അത് സാരമാക്കണ്ട. വാ ആ ബാ. അല്ല, നിനക്ക് പോണോന്നുണ്ടെങ്കിൽ പോയിക്കോ കേട്ടാ. പോകണാശനെ, എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിക്കണം. ആ പറഞ്ഞത് ന്യായം. ജീവിക്കണം, അതിനെന്തെങ്കിലും പണിയെടുക്കണം, അത് ന്യായം. അതിനെന്തിനാണ് എവിടേക്കെങ്കിലും പോണത്? ഇവിടെ നിന്ന് പണിയെടുത്ത് ജീവിക്കാൻ പാടില്ലേ? അല്ല പാട്. ഇവിടെ എനിക്കൊരു പണി തരാൻ. ആ ഇവിടെ ഒരു പണി ഒത്തു കിട്ടിയാലെന്താ, കഴിക്കുക? ഇല്ലല്ല എങ്കിൽ കമാന്ന് മുണ്ടാണ്ട് ഇവിടെ നിൽക്കാദ്യം. ആ നീ ആ മീൻകൂട്ടാത്തിന്റെ ചാറങ്ങാട്ട് ഒഴിച്ചു കൊടുക്കടി. മതി. എങ്ങനെയുണ്ട്? ആ ഇത് ഇവിടുത്തുകാർക്ക് വെപ്പറിയാൻ പാടില്ല. ഇത് ഞങ്ങൾ കൊച്ചിക്കാരുടെ കുടംപുളിയിട്ടൊരു മീൻ പറ്റീരാണ്. ഔ ചട്ടി പടത്താ മതി, 2 ദിവസം ചോറില്ല. ഇത് ഇവിടെ വെച്ചത്. ഇവക്കടെ അമ്മ എന്റെ അന്നക്കുഞ്ഞ് മീൻകറി വെക്കണം. എന്റെ ഈശോയെ, അതിന്റെ രുചി ഇപ്പോഴും നാവേൽ നിൽക്കണേന്ന്. വള്ളവും വലയും 5-6 ഫിഷിംഗ് ബോട്ടും ഉള്ള വീട്ടിൽ നിന്ന് രാഖിരാമൻ എന്റെ കൂടെ ഇറങ്ങിപ്പോന്നോളാണ് കേട്ടാ. അവക്കടെ കൂടെയുള്ള എന്റെ ജീവിതമായിരുന്നടാ ഒരു ജീവിതം. ആ വെറും 7 വർഷം. പക്ഷെ ഓരോ ദിവസവും ഓരോ പെരുന്നാൾ പോലെയായിരുന്നു. ആ ഒരു ഓർമ്മയുടെ ബലത്തിലാടാ ഈ പൈലി എന്തിനും മുന്നും പിന്നും നോക്കാതെ ഇന്ന് നിൽക്കണത്. എന്റെ അന്നക്കുഞ്ഞ് ഭാഗ്യം ചെയ്തോളാ. കർത്താവളെ നേരത്തെ വിളിച്ചടാ. കണ്ടാടാ, അമ്മേനെ കണ്ട ഓർമ്മ വെക്കില്ല. എന്നാലും അമ്മയുടെ വർത്താനം കേട്ട അവളെ അപ്പത്തോടങ്ങും കരച്ചില്. നിന്റെ അടുത്ത് നേരത്തെ സിമിട്ട് വർത്താനം പറഞ്ഞ കാന്താരിയാണോ ഇപ്പൊ ഇരുന്ന് ഈ മോകണത്? അത്രേ ഉള്ളടാ എന്റെ ഉള്ളിൽ. പാവണ്. നിങ്ങൾ ചോറ് തിന്നുന്നുണ്ടാ? പാത്രം കഴുകി വല്ലതും കഴിച്ചിട്ട് വേണം കേട്ടാ എനിക്കൊന്ന് നടുന്നു വർത്താൻ.